നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ജില്ലകളുടെ രൂപവൽക്കരണ ചർച്ചകൾ വീണ്ടും സജീവമായി കൊണ്ടുവരും. ഇതിന് കാരണം എന്താ? വീണ്ടും ഈ ചർച്ച പൊങ്ങി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയെ വീണ്ടും വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പിന്നാലെ മുഖ്യമന്ത്രി വി ഡി സതീശന് മൂവാറ്റുപുഴയിൽ പുതിയ ജില്ലാ പുനർനിർണയ കമ്മീഷനെ കുറിച്ചൊരു സൂചനയും നൽകി. ഇത് രണ്ടും കൂടെ ആയപ്പോൾ ചർച്ച ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുക. ഇത് വല്ലാത്തൊരു അബദ്ധമാണ് കാട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിൽ ഇപ്പം കുഴപ്പമില്ല, അതൊരു ജില്ലാ രൂപീകരണവുമായി മുന്നോട്ട് പോയി. കാര്യം 84 അവസാനമായി ഒരു ജില്ല രൂപീകരിക്കുന്നത്. ആ ജില്ല കാസർഗോഡാണ്. 82 അന്ന് കെ കരുണാകരൻ പറഞ്ഞിരുന്നത് മൂവാറ്റുപുഴ ജില്ലയാക്കി മാറ്റാം, ജനസംഖ്യാനുപാതികമായി ഒരു ജില്ല കൂടി രൂപീകരിക്കാൻ മൂവാറ്റുപുഴ. 82 എത്ര വർഷമായി ആലോചിച്ച് നോക്കണം, ഏകദേശം ഒരു 44 വർഷക്കാലമായി. അപ്പോൾ അതിനുശേഷം 84 ഒരു ജില്ല വന്നു. ഇനി ഒരു ജില്ല വിഭജിക്കുകയാണെങ്കിൽ മൂവാറ്റുപുഴ ആയിരിക്കും എന്ന് കെ കരുണാകരൻ ഉറപ്പ് നൽകിയതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ജില്ല രൂപീകരണം നടന്നില്ല. 84 കാസർഗോഡ് ജില്ലയാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ജില്ല രൂപീകരിച്ചിട്ടേ ഇല്ല. ഏതാണ്ട് 42 വർഷക്കാലമായിട്ട് ഇതുവരെ വേറൊരു ജില്ലയും രൂപീകരിച്ചില്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ പത്തനംതിട്ടയൊക്കെ വന്നു. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഓടുന്നത്. പക്ഷെ ഇപ്പോഴും മൂവാറ്റുപുഴ അത് പിന്നെ നമ്മുടെ മാത്തിക്കുഴൽ നാടൻ്റെ ഒരു അഭിപ്രായം വന്നു, ഇതുപോലെ ഞങ്ങൾക്കൊരു ജില്ല വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് മാത്തിക്കുഴൽ നാടൻ്റെ ഈ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു, ഓക്കെ, ഓണസമ്മാനമായിട്ട് പിന്നെ ജില്ലാ രൂപീകരണ കമ്മീഷനെ വെക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം വി ഡി സതീശൻ നടത്തിയത്. സ്വാഭാവികമായിട്ടും ഇതുവരെ അവർ ശക്തമായൊരു ആവശ്യം എന്നുള്ള നിലയിലേക്ക് മൂവാറ്റുപുഴക്കാർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. എന്താണെന്ന് ചോദിച്ചാൽ, ഏറെക്കാലമായി മലപ്പുറത്തൊരു ജില്ല കൂടി വേണം എന്നൊരു ആവശ്യം മുസ്ലിം ലീഗ് ഉയർത്തുന്നുണ്ടായിരുന്നു. അപ്പം മലപ്പുറത്തൊരു ജില്ല കൂടി വേണം. ഇപ്പം മൂവാറ്റുപുഴയിൽ ഒരു ജില്ല കൂടി, മൂവാറ്റുപുഴ ഒരു ജില്ലയായി മാറുന്നു. മലപ്പുറത്ത് വേറൊരു ജില്ല, നിലമ്പൂരെല്ലാം കൂടെ ചേർത്തിട്ട് വേറൊരു ജില്ലയായി മാറുന്നു. ഇനി ആവശ്യങ്ങൾ വരും. നെയ്യാറ്റിൻകര ചേർത്തിട്ട് വേറൊരു ജില്ല ആവശ്യം വരും. എറണാകുളത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മൂവാറ്റുപുഴയ്ക്ക് വലിയ പ്രശ്നം വരത്തില്ല. ഇനിയും പത്തനംതിട്ട വേറെ ജില്ല ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സത്യത്തിൽ കേരളത്തിൽ ഇനിയിപ്പം പല ജില്ലകൾക്കാരും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരും. ഇപ്പോൾ തൊടുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് മൂവാറ്റുപുഴയോട് ചേർന്നുള്ള തൊടുപുഴ. ഈ തൊടുപുഴയിലാണ് PJ ജോസഫിൻ്റെ പാർട്ടി ഉള്ളത്. അത് കേരള കോൺഗ്രസിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൊടുപുഴയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പുതിയ ഇത് വരുമ്പോൾ അവർ ജോസഫ് ഉയർത്തുന്നൊരു ആവശ്യം ഇടുക്കിയെ വല്ലാതെ ഇത് ബാധിക്കും എന്നാണ്. ഇടുക്കിയുടെ ഒരു ഭാവി ഉണ്ടല്ലോ, ഇടുക്കിയുടെ ഭാവിയെ ഈ ജില്ലാ രൂപീകരണം ബാധിക്കും എന്നുള്ളതാണ് ഈ ജോസഫ് ഉയർത്തുന്ന ഒരു വിലയിരുത്തൽ. അപ്പോൾ ഈ പറയുന്ന മാത്തിക്കുഴൽ നാടൻ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ നല്ലൊരു സാഹചര്യമാണ് മൂവാറ്റുപുഴ ഒരു ജില്ല രൂപീകരിക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ രണ്ട് തരത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൊടുപുഴ ഇടുക്കിയിൽ നിന്ന് മാറ്റി മൂവാറ്റുപുഴയുടെ ഭാഗമായി മാറും. അപ്പോൾ ഇനി ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊടുപുഴ ഇടുക്കിയിൽ നിന്ന് മാറ്റി മൂവാറ്റുപുഴയിലേക്ക് ചേർക്കുമ്പോൾ ഇടുക്കിയിലെ സ്വാധീനം ഇവർക്ക് കുറയും. അപ്പൊ ഇടുക്കിയിലാണ് ഇവർക്ക് കൂടുതൽ ആൾക്കാർ കിടക്കുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പം PJ ജോസഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം ജില്ലാ രൂപീകരണം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ സ്ട്രക്ചർ ചേഞ്ച് ആവും. അതായത് ചില പഞ്ചായത്തുകൾ, ചില ബ്ലോക്കുകൾ അല്ലെങ്കിൽ ചില താലൂക്കുകളൊക്കെ മറ്റ് ജില്ലകളിലേക്ക് കയറിപ്പോവും. ഇങ്ങനെ പറയുന്ന ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ട് അതിൻ്റെ കിലോമീറ്റർ, ജനസംഖ്യ, ഇതെല്ലാം ഇപ്പോൾ പറയുന്ന 15 ലക്ഷം ഉള്ള ഞങ്ങൾക്ക് എന്താ കിട്ടാതെ എന്നാണ് ലീഗ്, PMA സലാം ഉൾപ്പെടെയുള്ളവർ, PK നവാസും PMA സലാമും എല്ലാം കൂടി ഉയർത്തുന്ന ഒരു ആവശ്യം. അവിടെ ഞങ്ങൾക്ക് പോപ്പുലേഷൻ കൂടുതലാണ്. അതായത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയ്ക്ക് പോപ്പുലേഷൻ കൂടുതലാണ്. അത്രയും പോപ്പുലേഷൻ ഉള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്ത് വേണം? പുതിയ ജില്ല വേണം. ഇപ്പം ഇങ്ങോട്ട് വന്ന് എന്ന് വെച്ചാൽ ഇപ്പം ആലപ്പുഴ ജില്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ ജില്ലയായിട്ട് വരുന്നൊരു ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എത്ര നിയോജക മണ്ഡലമുണ്ട്? കായംകുളമുണ്ട്, ഹരിപ്പാടുണ്ട്, മാവേലിക്കരയുണ്ട്, ചെങ്ങന്നൂർ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. പിന്നെ അമ്പലപ്പുഴ, ചേർത്തല, ഇങ്ങനെ പറയുന്നത് ആ പാട് 6 7 പിന്നെ എനിക്കൊന്ന് 9 ആണെന്ന് തോന്നുന്നു. എല്ലാം കൂടെ ചേർത്തത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തൊക്കെ 14 ഉള്ളത്. അവിടെ പിന്നെ മലപ്പുറത്ത് 16 ഉണ്ട്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യം വരും. ഈ 14 എന്ന് പറയുമ്പോൾ 7 ആക്കിയാലും കുഴപ്പമില്ല. അവിടോട്ട് വന്നു കഴിയുമ്പം അവർക്കും ഈ പറയുന്ന പോലെ 8 ആക്കിയാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടങ്ങളിലൊക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ,
ഇവർക്കും അന്നേരം എന്ത് വേണം, പുതിയ ജില്ല രൂപീകരിക്കേണ്ടി വരും. അപ്പം നെയ്യാറ്റിങ്കര എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വേറൊരു മേഖലയിലേക്ക് അങ്ങ് മാറും. അതിൻ്റെ കിഴക്ക് വടക്ക് കിഴക്കൻ മേഖല, തെക്കിഴക്കൻ മേഖലകളിലേക്ക് ചിലപ്പം ഈ തിരുവനന്തപുരത്തിന് ചുരുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു ജില്ലാ രൂപീകരണം. അപ്പോൾ അങ്ങനെ പലരും പല അഭിപ്രായമായിട്ട് രംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായ ജില്ലാരൂപം, ദേശീയവാദം എന്ന് പറയുന്നതിന് എല്ലാവർക്കും എന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന പ്രശ്നം, മൂവാറ്റുപുഴക്കാരന് ഇവരുടെ എറണാകുളം ജില്ലയാണ്, ഇവർക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടി വരുമെന്നറിയാം. നല്ല ദൂരെ യാത്ര ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇവരുടെ ജില്ലാ ആസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. ഈ ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം സെൻട്രലായിരിക്കുന്നത്. ഇപ്പം തെക്ക് നിന്നുള്ള ആലപ്പുഴയുടെ ജില്ലാ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം, ഓച്ചിറയൊക്കെ വരും. അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് പോകാൻ ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ വേണ്ടി വരികയുള്ളൂ അവരുടെ ജില്ലാ ആസ്ഥാനത്തേക്ക് പോകാൻ. ഇപ്പം തുറവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, തുറവൂരാണ് അവരുടെ ബോർഡറായിട്ട് വരും, തുറവൂര് അരൂർ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഏകദേശം അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ഇത് മധ്യഭാഗത്തായിട്ടായിരിക്കുന്നത്. അതായത് ആലപ്പുഴ ജില്ലയുടെ ആസ്ഥാനം ഇരിക്കുന്നത് ഈ എല്ലാത്തിൻ്റെയും മധ്യഭാഗത്തായിട്ട് വരും. എന്നാൽ എറണാകുളം അങ്ങനെയല്ല. ഇപ്പം മൂവാറ്റുപുഴയിൽ നിന്ന് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം ഇവർക്ക് ഇവരുടെ ജില്ലാ ആസ്ഥാനത്ത് വരേണ്ടത്. മലപ്പുറത്തുള്ള നിലമ്പൂർ കിടക്കുന്ന ആൾ മലപ്പുറത്ത് വന്നിട്ട് വേണം കാര്യം സാധിക്കാൻ എന്തെങ്കിലും. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക്, പിന്നെ നെയ്യാറ്റിൻകരയുള്ളവർക്കും, പിന്നെ അങ്ങ് ഏതെങ്കിലും ഗോതറാമല കിടക്കുന്ന ആൾക്കാർ, കാട്ടാക്കട, പിന്നെ കള്ളിക്കാട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാർക്ക് കുടപ്പനക്കുന്ന് വരണം അവർക്ക് കാര്യം സാധിക്കാൻ. അപ്പം ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പം ഇതൊക്കെ ഒരു വലിയ ദുരിതമാണ്, യാത്രാ ദുരിതം കൂടുതലാണ്. ഇപ്പം എറണാകുളത്തെ സംബന്ധിച്ച് മൂവാറ്റുപുഴ എന്നൊക്കെ ഒരാൾക്ക് പിന്നെ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ വന്നിട്ട് കാര്യം സാധിച്ചിട്ട് പോകണമെങ്കിൽ എത്ര ടൈം ട്രാവൽ ചെയ്യേണ്ടി വരും, ഒരുപാട് സമയം എടുക്കും. തന്നെ ഹൈ റേഞ്ച് മേഖലകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആവശ്യമുണ്ട്. അവർക്ക് അവരുടെ അടുത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈ റേഞ്ച് ഇറങ്ങാതെ അവർക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റിയ ഒരു പ്രദേശത്തിന് മൂവാറ്റുപുഴ പോലും സ്ഥലത്ത് പിന്നെ ഒരു ജില്ലാ ആസ്ഥാനം വന്നു കഴിഞ്ഞാൽ അവർക്കത് സൗകര്യമാണ്. മലപ്പുറത്ത് ഈ പറയുന്ന പ്രശ്നമുണ്ട്. കിലോമീറ്റർ കണക്കിന്, നിലമ്പൂരൊക്കെ ഉള്ള ഒരു കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്ത് വരേണ്ടി വരും. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് പലരും, എല്ലാ ജില്ലക്കാർക്കും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരും. ഇപ്പം കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലം, പുനലൂർ, അഞ്ചൽ, ആര്യങ്കാവ് വരെ നീണ്ടു കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നുള്ള ആൾക്കാർക്ക് എവിടേക്ക് വരണം? കൊല്ലത്തേക്ക് വരേണ്ടി വരും. കരുനാഗപ്പള്ളിക്കാർക്കും അങ്ങോട്ട് വരേണ്ടി വരും. പാരിപ്പള്ളിക്കാർക്കും കൊല്ലം ടൗണിലേക്ക് വരേണ്ടി വരും. അപ്പം ഇതെല്ലാം ഏറെക്കുറെ സെയിം ഡിസ്റ്റൻസ് ആയിട്ട് വരും. പിന്നെ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് നിൽക്കുന്ന ആ ഭാഗത്തു നിന്നുള്ള കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്നവർക്ക് മാത്രമാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് കൊല്ലത്തെ വലിയ വിഷയം വരുന്നില്ല. കൊല്ലം ആലപ്പുഴയൊക്കെ ഒഴിഞ്ഞു മറിക്കും. പിന്നെ പത്തനംതിട്ടയ്ക്ക് ചിലപ്പോൾ ഒരു വിഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം പത്തനംതിട്ട അങ്ങ് റാന്നിയോ കോന്നിയോ ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ഉള്ളവർക്ക് ടൗണിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെ പല ജില്ലകളും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല കേട്ടില്ല നടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഏതെങ്കിലും ഒരു നിക്ഷിപ്ത താല്പര്യ സംരക്ഷണാർത്ഥമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും. പിന്നെ ഇതിനകത്ത് അങ്ങനെ മാറ്റം വരുമ്പോൾ ഇതിനകത്ത് വരുന്ന വേറൊരു വിഷയമുണ്ട്. ചില ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഈ പറയുന്ന പോലെ പാർട്ടി ഈ ഘടകകക്ഷികളുണ്ടല്ലോ, ഈ ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾക്ക് കൂടി ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഘടകകക്ഷികളുടെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇപ്പം ഞാൻ നേരത്തെ PJ ജോസഫിന്റെ കാര്യം പറഞ്ഞില്ലേ, ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫിന്റെ ഒരു സ്ട്രെങ്ത് ഏരിയ ഉണ്ട്, ഒരു ശക്തി കേന്ദ്രം. ഈ ശക്തി കേന്ദ്രം വിഘടിക്കും, അങ്ങനെ പ്രശ്നം വരും. ഇപ്പോൾ ഒരു ബോർഡർ വന്നു കഴിയുമ്പോൾ ഒരു വിഭാഗം ഇപ്പുറത്തായി പോവും, ഒരു വിഭാഗം അപ്പുറത്തായി പോവും. ശക്തി കേന്ദ്രം വിഘടിക്കും. ശക്തി കേന്ദ്രം വിഘടിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഉള്ള ദുർബലപ്പെട്ട ഒരു സാധനമായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു 100 അല്ലെങ്കിൽ ഒരു 100 പേരുണ്ടെന്ന് വെച്ചു, 70 പേരും അപ്പുറത്തേക്ക് പോയി, ബാക്കി വരുന്ന 30 പേരായിരിക്കും ഇവിടെ കിടക്കുന്നത്. ഇതുകൊണ്ട് എന്ത് സ്ട്രെങ്ത് കാണിക്കാനാണ് ഇവിടെ? ആ ഒരു പ്രശ്നം വരും. പിന്നെ ഇതിനാനുപാതികമായി ഘടകകക്ഷികൾക്ക് സീറ്റ് കിട്ടുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടേണ്ടി വരും. ചിലപ്പോൾ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടേണ്ടി വരും. അങ്ങനെ തുടങ്ങി ഒരുപാട് സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഈ PMA സലാം അടക്കമുള്ള, അല്ലെങ്കിൽ പിന്നെ PJ ജോസഫ് അടക്കമുള്ളവർ എതിർക്കുന്നത്. PMA സലാം ഒക്കെ പറയുന്നതിനകത്ത് ഇതുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ജില്ലയാണ്. അപ്പം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അവിടെ ഒരു ഇത് വേണ്ടതാണ്. പിന്നെ ബാക്കി വലിയ ജില്ല ഇപ്പോൾ ഇടുക്കിയാണെന്നുണ്ടെങ്കിൽ തന്നെ വയനാട്, ഇടുക്കിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേണ്ടി വരില്ല. കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. ഇവിടെ പോപ്പുലേഷൻ ഉണ്ട്. മലപ്പുറത്തെ സംബന്ധിച്ച് പോപ്പുലേഷൻ കൂടുതലാണ്. പിന്നെ PMA സലാം പറഞ്ഞ 15 ലക്ഷം അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം കണക്ക് പറയുന്നത്. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. സ്വാഭാവികമായും അതിനെ ഡീവിയേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ വരുത്തേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ട്. ഇനി നമുക്കറിയില്ല 14 എന്നുള്ള നാളെ ഈ സർക്കാർ ഇറങ്ങി കഴിയുമ്പോൾ 18 ജില്ലയൊക്കെ ആയി മാറുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അത് നല്ലതാണ്. ഒന്നാലോചിച്ചാൽ
ജിയോഗ്രഫിക്കലി നല്ലതാണ്. കാര്യം ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ മറികടക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ മൂവാറ്റുപുഴയൊക്കെ ഉള്ള ഒരാൾക്ക് കാക്കനാട് എത്തി അവരുടെ പിന്നെ ജില്ലാ ആസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായി ഇത് മാറും. പിന്നെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. രാഷ്ട്രീയമായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഈ പറയുന്ന പി ജെ ജോസഫ് അടക്കമുള്ള ഈ ചെറിയ ചെറിയ ഘടകകക്ഷികൾക്കെല്ലാം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മലപ്പുറത്ത് അങ്ങനെ ഒരു ഡിവിഷൻ വന്നു കഴിഞ്ഞാലും മലപ്പുറത്തുകാരെ സംബന്ധിച്ച് മലപ്പുറത്തിൻ്റെ മലയോര മേഖലകൾ വ്യാപിച്ചു കിടക്കുന്ന, മലപ്പുറം കടലോര പ്രദേശമുണ്ട്, ഇതുകൊണ്ട് പൊന്നാനി മുതൽ അങ്ങ് നിലമ്പൂർ വരെ കിടക്കുന്ന വലിയ പ്രദേശമാണ്. അപ്പോൾ അതിനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഡിവിഷൻ വന്നു കഴിഞ്ഞാലും അവരെയും ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഒരുപക്ഷെ നാളെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പറയാം നമ്മുടെ കേരളത്തിൽ 16 ജില്ലയായെന്നോ 18 ജില്ലയായെന്നോ ഒക്കെ നമുക്ക് പറയേണ്ടി വരും. എല്ലാ ജില്ലക്കാർക്കും ആവശ്യമുണ്ട്. ഇപ്പം ചെറിയ ജില്ലകൾ ഒഴിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് വരെ ആവശ്യം, മലപ്പുറത്തിന് ആവശ്യമുണ്ട്, പത്തനംതിട്ട ഇനി നാളെ ഒരു ആവശ്യമായിട്ട് വരും. പക്ഷേ പത്തനംതിട്ടയിലൊക്കെ പോപ്പുലേഷൻ കുറവാണെന്നെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ കൂടി വരും. നല്ല രസകരമായിരിക്കും. ഇനി അങ്ങോട്ട് PSC എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ ഇനി കാണാൻ പഠിക്കേണ്ടി വരും പുതിയ ജില്ലകളുടെ പേരെന്നൊക്കെ എനിക്ക് തോന്നുന്നത്.